എന്റെ ദൈവമേ, ഞാനിങ്ങനെ എങ്ങനെ ജീവിക്കും? ആകെ കൂടി ഉള്ളത് എൻ്റെ സിനിമയായിരുന്നു. അത് നിന്നു പോയാലും ഞാനിനി എങ്ങനെ ജീവിക്കും? എൻ്റെ കുടുംബം, കുട്ടികൾ, എൻ്റെ വീട്. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്ന് കിടക്കണം. എനിക്ക് അടയ്ക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഞാനിനി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ്. എനിക്ക് ജീവിക്കണ്ട, ജീവിക്കണ്ട. നമുക്കിപ്പോൾ ഒരു പുതിയ ചാൻസ് വന്നിട്ടുണ്ട്. ഓണം കഴിഞ്ഞിട്ട് കാസർവള്ളീൻ്റെ ഒരു പടം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. 3 CR ബഡ്ജറ്റാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ പിന്നെ ഇന്ദ്രൻസിൻ്റെ ഡേറ്റ് നോക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിനായകൻ്റെ ഡേറ്റ് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോളിവുഡിൽ നിന്ന് പിന്നെ അനാമികയും രാജശ്രീയും വരുന്നുണ്ട്. എനിക്ക് വിചാരിക്കാനൊരിക്കലും ഇഷ്ടമുണ്ടായിട്ടല്ല, യാതൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ്. ഷൂട്ടിംഗ് ഇപ്പോൾ ഓണം കഴിഞ്ഞ ഉടനെ തുടങ്ങും, അടുത്ത ആഴ്ച. ഓക്കെ. ആരാത്? എന്താ കാണിക്കുന്നത്? ആരിത്? ബാലാമൻ ചേച്ചിയോ? എന്താ ചെയ്യുന്നത്? എന്റെ വർക്കിച്ച എനിക്ക് ഇനി ജീവിക്കണ്ട, ജീവിതം മടുത്ത്. എന്താ പറ്റിയ ചേച്ചി? എനിക്ക് ആകെ കൂടി അറിയുന്നത് സിനിമ അഭിനയാണ്. അത് നിന്ന് പോലെ ഞാൻ എങ്ങനെ ജീവിക്കും? സിനിമയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോൾ നമ്മളെ പ്രൊഡ്യൂസർ കാസർവള്ളീൻ്റെ അടുത്തുനിന്ന് വരിക. 3 കോടിയുടെ ബഡ്ജറ്റിൽ ഒപ്പുവെച്ചാൽ വരുന്നത്. എൻ്റെ ചുഴലിക്കാറ്റ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ ഓണത്തിന് ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ചേച്ചിക്ക് അതിൽ വളരെ ക്യാരക്റ്റീവ് റോളിലുള്ളൊരു വേഷമുണ്ട്, മനസ്സിലായോ? ഇതിൽ നമ്മൾ പ്രേമ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷനിലെ പ്രേമയാണ് ചേച്ചി, മനസ്സിലായോ? സത്യമാണോ വർക്കിച്ചായൻ പറയുന്നത്? തീർച്ചയായും സത്യമാണ്. മലയാള സിനിമയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നവോത്ഥാനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ശുദ്ധി കലശം, മനസ്സിലായോ? അതായത് നമ്മളെ പോലെയുള്ള ന്യൂ ഫേസ് ആളുകൾക്ക് ഒരു മാസ് എൻട്രി കിട്ടാനുള്ള അവസരം കൈവന്നിരിക്കുന്നു എന്നതാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ സുശീലയും ദേവിയും ഒക്കെ പറയുകയാണ് സിനിമാ മേഖല ഒന്നാകെ നിൽക്കാൻ പോവാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും? എൻ്റെ പൊന്ന് ബാലാമണി ചേച്ചി, അവരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളല്ലേ, അവർക്ക് സിനിമയെക്കുറിച്ച് എന്ത് മണ്ണാങ്കട്ടേ അറിയാം. ഇനിയാണ് നമ്മുടെ സമയം സിനിമയിൽ ആരംഭിക്കുന്നത്, മനസ്സിലായോ? ഞാനിപ്പോൾ നമ്മളെ പ്രൊഡ്യൂസർ കാസർവള്ളി സാറുമായിട്ട് 3 കോടിൻ്റെ പ്രൊജക്റ്റിൽ സൈൻ ചെയ്ത് വരികയാണ്. ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടിംഗ് ആരംഭിക്കുക, മനസ്സിലായോ? എൻ്റെ സ്ക്രിപ്റ്റ് ചുഴലിക്കൊടുങ്കാറ്റുണ്ടല്ലോ, അതിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ചേച്ചിയാ, ബാലാമണി ചേച്ചി. അത് പിന്നെ എൻ്റെ ചുഴലിക്കൊടുങ്കാറ്റ് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ അത് കേരളം മുഴുവൻ ആഞ്ഞടിക്കും, മനസ്സിലായോ? പിന്നെ ചേച്ചി സൂപ്പർ സ്റ്റാർ അല്ലേ? എനിക്ക് സന്തോഷായി. ഞാൻ ഇനി ആത്മഹത്യം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സമാധാനായിട്ട് പോയി വാ. എനിക്ക് ആത്മഹത്യം വേണ്ട, ഒരു കുന്തവും വേണ്ട. ആശ്വാസം.